Hello everyone, welcome back to Xylem Learning. Aruma Miss ആണ്. സോ എല്ലാവരും എക്സാമിന്റെ ഒരു ചൂടിലൊക്കെ ആയിട്ടുണ്ടാകും, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസിലെ ചാപ്റ്റേഴ്സുകളെല്ലാം നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമ്മുടെ വേസ്റ്റ് വാട്ടർ സ്റ്റോറി എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് മിസ് ഇന്ന് എടുത്തിരിക്കുന്നത്. ബിഫോർ ദാറ്റ് ആ ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സീവേജ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സോ സീവേജിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പൊതുവെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് സീവേജ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് സീവേജ്? സീവേജ് എന്ന് പറയുന്നത് അല്ലെ, ഇറ്റ് ഈസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ഹോം, ഇൻഡസ്ട്രീസ്, hospitals, offices and other users. It also included the rainwater that has run down the street during a storm or heavy rain. അപ്പം നമ്മൾ ഉപയോഗശേഷം, അതിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാവാം, വീടുകളിൽ നിന്നാവാം, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ളതാവാം അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ, അത് വേസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീവേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നല്ല മഴ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കറിയാലേ, തൊട്ടടുത്തുള്ള ഡ്രെയിൻസിലൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്തിലാണ്? സീവേജിലാണ് കണക്കാക്കാറ്. The water that washes off roads and rooftops carries harmful substance with it. Sewage is a liquid waste, most of it water which has dissolved and suspended impurities. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെ, ഈ പറയുന്ന സീവേജിനകത്ത് ഹ്യൂമൻസിന് ഹാംഫുൾ ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മോർ ഓവർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഈ പറയുന്ന ഇൻഡസ്ട്രീസിൽ നിന്നാണ് ഈ വേസ്റ്റ് വാട്ടർ വരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഇൻഡസ്ട്രീസിൽ ധാരാളം കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഒരു പ്യൂരിഫിക്കേഷനോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ ഈ സീവേജ്, അതായത് ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വാട്ടർ ബോഡീസിലാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്? There are lot of problems related with that അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്വാട്ടിക് ലൈഫ് വലിയ രീതിയിൽ എന്താവും, അതിന് അക്വാട്ടിക് ലൈഫിന് തന്നെ അത് വലിയ ത്രെറ്റനായിട്ട് മാറും. കാരണം നിങ്ങൾക്കറിയാം, കെമിക്കൽസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ വലിയ തോതിൽ എന്ത് ചെയ്യാനുണ്ട്? ചത്ത് പൊന്താൻ സാധ്യതയുണ്ട്. മീനുകൾക്ക് മാത്രമല്ല, ആ വെള്ളത്തിനകത്തുള്ള മറ്റ് അക്വാട്ടിക് ഓർഗാനിസംസിനും പ്ലാന്റിനും ഒക്കെ ഈ കെമിക്കൽസ് വളരെയധികം ഹാംഫുൾ ആണ്. സോ എന്താണ് സീവേജ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇത് റിഗാർഡിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരട്ടെ. What is sewage? Explain why it is harmful to discharge untreated sewage into rivers or seas. അല്ലെ, അപ്പൊ മിസ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, വേസ്റ്റ് വാട്ടർ റിലീസ്ഡ് ബൈ ഹൗസസ് ഈസ് കോൾഡ് sewage. Untreated sewage should not be discharged into sea because sewage consists of pollutant and harmful microorganisms which will contaminate the water, causing diseases in people using contaminated water. അപ്പൊ ഇവിടെ നിന്ന് ഇതുപോലത്തെ വാട്ടർ ബോഡീസിൽ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുളിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, കൃഷി ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സോ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അത് ഹാംഫുൾ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് സീവേജ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവാൻ പാടില്ല. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ എല്ലാവരും ഇങ്ങനത്തെ ടോപ്പിക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. So see you in the next important video. Until then, bye bye. See you. Take care.